ജോഗ്രഫിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിൻഡുകളെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിൻഡുകളുടെ സ്പീഡും അതിൻ്റെ ഡയറക്ഷനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ അത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനി നമുക്ക് പേജ് നമ്പർ 22 ആണ് നമ്മൾ ഇനി വായിക്കാൻ വേണ്ടി പോകുന്നത്. നൗ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ദ വിൻഡ്സ് ആർ ഫോംഡ് അല്ലേ, എങ്ങനെയാണ് കാറ്റുകൾ ഉണ്ടാകുന്നത്. ആൻഡ് ഓൾസോ ഹാവ് ഫെമിലറൈസ്ഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ സ്പീഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് വിൻഡ്. കാറ്റിൻ്റെ സ്പീഡിനെയും അതിൻ്റെ ഡയറക്ഷനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഒക്കെ നമ്മൾ കണ്ടു. ലെറ്റ്സ് ഗോ ത്രൂ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ്സ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വ്യത്യസ്ത ടൈപ്പ് വിൻഡുകളെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വിൻഡുകളെ നമുക്ക് പ്രധാനമായിട്ടും 4 ടൈപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് പെർമനൻറ്റ് വിൻഡ്സ് ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പീരിയോഡിക് വിൻഡ്സ് ആണ്. മൂന്നാമത്തേത് ലോക്കൽ വിൻഡ്സ് ആണ്. നാലാമത്തേത് വേരിയബിൾ വിൻഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡുകളായിട്ട് നമുക്ക് വിൻഡുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം പെർമനൻറ്റ് വിൻഡ്സ് എന്താണെന്ന് നോക്കാം. പെർമനൻ്റ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ എന്താണ്, അത് സ്ഥിരമായിട്ട് സ്ഥിരം എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്. സ്ഥിരമായിട്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് എന്നുള്ള ഒരർത്ഥമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് വിൻഡ്സ് നമുക്കൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ, അപ്പോൾ 4 ടൈപ്പ് വിൻഡ് സിസ്റ്റങ്ങളാണുള്ളത്. പെർമനൻറ്റ് വിൻഡ് സിസ്റ്റം, പീരിയോഡിക് വിൻഡ് സിസ്റ്റം, ലോക്കൽ വിൻഡ് സിസ്റ്റം, വേരിയബിൾ വിൻഡ് സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പെർമനൻറ്റ് വിൻഡ് സിസ്റ്റമാണ്. അതായത് സ്ഥിരമായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള വിൻഡുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ദ വിൻഡ്സ് ബ്ലോയിങ് കോൺസ്റ്റൻ്റ്ലി ഓവർ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ത്രൂ ഔട്ട് ദ ഇയർ ആർ കോൾഡ് പെർമനൻറ്റ് വിൻഡ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ത്രൂ ഔട്ട് ദ ഇയർ ഓവർ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ, അതായത് കോൺസ്റ്റൻ്റ്ലി, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നോക്കൂ. അതായത് the winds blowing constantly over a particular direction throughout the year are called permanent winds. അതായത് വർഷം മുഴുവൻ ഒരേ ഡയറക്ഷനിൽ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വർഷം മുഴുവൻ സ്ഥിരമായി ഒരേ ഡയറക്ഷനിൽ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ് നമ്മൾ പെർമനൻറ്റ് വിൻഡ്സ് എന്ന് വിളിക്കുക. ദീസ് വിൻഡ്സ് are also known as prevailing winds and planetary winds. ഈ വിൻഡുകളെ നമ്മൾ മറ്റ് 2 പേരിൽ കൂടി വിളിക്കാറുണ്ട്. പ്രിവൈലിംഗ് വിൻഡ്സ് എന്നും വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ പ്ലാനറ്ററി വിൻഡ്സ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ പെർമനൻറ്റ് വിൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റായി, സ്ഥിരമായി ഒരേ ഡയറക്ഷനിൽ വർഷം മുഴുവൻ വീശുന്ന കാറ്റുകളാണ്. ഈ കാറ്റുകളെ നമ്മൾ മറ്റ് 2 പേരിൽ കൂടി വിളിക്കുന്നു. പ്രിവൈലിംഗ് വിൻഡ്സ് എന്നും വിളിക്കുന്നു, പ്ലാനറ്ററി വിൻഡ്സ് എന്നും വിളിക്കുന്നു. ഓക്കെ, കോമൺ ആയിട്ട് നമ്മൾ പ്ലാനറ്ററി വിൻഡ്സ് എന്നാണ് സാധാരണയായിട്ട് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ദീസ് വിൻഡ്സ് ബ്ലോ ബിറ്റ്വീൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ് ഈ പറയുന്ന പെർമനൻറ്റ് വിൻഡ്സ് അല്ലെങ്കിൽ പ്രിവൈലിംഗ് വിൻഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലാനറ്ററി വിൻഡ്സ് സ്ഥിരമായിട്ട് വീശിക്കൊണ്ടിരിക്കുന്നത്? ദീസ് വിൻഡ്സ് ബ്ലോ ബിറ്റ്വീൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിൻ്റെ ഇടയിലാണ് ഇവ വീശിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതൊക്കെയാണത്? ട്രേഡ് വിൻഡ്സ്, വെസ്റ്റർലൈസ് ആൻഡ് പോളാർ വിൻഡ്സ് ആർ ദ മേജർ പെർമനൻറ്റ് വിൻഡ്സ്. ഏതൊക്കെയാണ് ഈ പെർമനൻറ്റ് വിൻഡ്സ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രിവൈലിംഗ് വിൻഡ്സ്, ഏതൊക്കെയാണ് ഈ പ്ലാനറ്ററി വിൻഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ഏതൊക്കെയാണ്. ട്രേഡ് വിൻഡ്സ്, വെസ്റ്റർലൈസ്, പോളാർ വിൻഡ്സ്. പോളാർ വിൻഡ്സ് എന്നുള്ളത് നമ്മൾ വേറൊരു പേരിൽ കൂടി വിളിക്കാറുണ്ട്. പോളാർ ഈസ്റ്റർലൈസ് എന്ന പേരിൽ കൂടി വിളിക്കാറുണ്ട്. ഇവയാണ് പ്രധാനപ്പെട്ട ഈ പറയുന്ന പെർമനൻറ്റ് വിൻഡ്സ് അല്ലെങ്കിൽ പ്രിവൈലിംഗ് വിൻഡ്സ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. ദീസ് വിൻഡ്സ് ബ്ലോ ബിറ്റ്വീൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിൻ്റെ ഇടയിൽ വീശുന്ന കാറ്റുകളാണ്. അതുകൊണ്ടാണ് അവരെ ഈ പറയുന്ന പെർമനൻറ്റ് വിൻഡ്സ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്? നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ഓർമ്മയില്ലേ അല്ലേ? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് നിങ്ങളെ പഠിപ്പിച്ചതിൻ്റെ അടയാളപ്പെടുത്തിയ കാര്യങ്ങളാണത്. നോക്കൂ, ഇതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് അല്ലേ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്സ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ്. കണ്ടില്ലേ? ഈ ചിത്രമാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിൻ്റെ ചിത്രങ്ങൾ.
ഓക്കെ, ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സുകൾക്ക് ഇടയിൽ വീശുന്ന വിൻഡുകളാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പെർമനൻറ്റ് വിൻഡ്സ് അഥവാ പ്രിവൈലിംഗ് വിൻഡ്സ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ചിത്രം വെച്ച് തന്നെ നമുക്ക് ആ പേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചിത്രം വെച്ച് തന്നെ നമുക്ക് ആ പറയുന്ന കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ. ഏതൊക്കെയാണ് പെർമനൻറ്റ് വിൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ട്രേഡ് വിൻഡ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ട്രേഡ് വിൻഡ്സ്. പിന്നെ വെസ്റ്റർലൈസ് പറഞ്ഞിട്ടുണ്ട്, വെസ്റ്റർലൈസ്. പിന്നെ ഏതാ പറഞ്ഞിട്ടുള്ളത്? പോളാർ വിൻഡ്സ് അല്ലെങ്കിൽ പോളാർ ഈസ്റ്റർലൈസ് എന്നൊക്കെ പറയുന്ന വിൻഡ്, പോളാർ വിൻഡ്സ് അല്ലെങ്കിൽ പോളാർ ഈസ്റ്റർലൈസ് എന്നൊക്കെ പറയുന്ന വിൻഡുകൾ. ഇപ്പം ഒരു വിൻഡ് എവിടുന്ന് എവിടേക്കാണ് ബ്ലോ ചെയ്യുക? നമുക്കറിയാം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് ഒരു വിൻഡ് ബ്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ഹൈ പ്രഷർ കാണുന്നില്ലേ, ഇവിടെ കുറേ ലോ പ്രഷറുകൾ കാണുന്നില്ലേ അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഹൈ പ്രഷറുകളിൽ നിന്ന് ഇവിടെ തന്നെയുള്ള ലോ പ്രഷറിലേക്ക്, അതായത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹൈ പ്രഷറുകളിൽ നിന്ന് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലോ പ്രഷറുകളിലേക്ക് ആണ് നമ്മുടെ ഈ പറയുന്ന പെർമനൻറ്റ് വിൻഡ്സ് അല്ലെങ്കിൽ പ്രിവൈലിംഗ് വിൻഡ്സ് അഥവാ പ്ലാനറ്ററി വിൻഡ്സ്. അതായത് ലോകം മുഴുവൻ ഈ വിൻഡുകളുണ്ട്, അതുകൊണ്ടാണ് നമ്മളിതിനെ പ്ലാനറ്ററി വിൻഡ്സ് എന്നൊക്കെ വിളിക്കുന്നത്. നമ്മൾ ഈ മൊത്തം ഗ്ലോബ് കവർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, അതായത് മൊത്തം നമ്മുടെ ഈ ഒരു ഏരിയ കവർ ചെയ്യുന്നതുകൊണ്ടാണ്, നമ്മൾ മൊത്തം ഈ സ്ഥലങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളായിട്ടുള്ള ട്രേഡ് വിൻഡിനെ നമുക്ക് നോക്കാം. ട്രേഡ് വിൻഡ്സ് എന്ന് പറയുന്നത് അത് സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്സിലോട്ടേക്ക് ബ്ലോ ചെയ്യുന്ന വിൻഡാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ട്രേഡ് വിൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് വിൻഡ്സ് 2 ഉണ്ട്. നമുക്ക് 2 ഭാഗത്ത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് ഉണ്ടല്ലോ, 2 സൈഡുകളിൽ അല്ലേ, ഇവിടെ സൗത്തിലും കാണാം നോർത്തിലും കാണാം. അതുകൊണ്ട് തന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. ഇവിടുന്ന് 2 സ്ഥലത്തു നിന്നും എവിടേക്കാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ടേക്ക് ബ്ലോ ചെയ്യുന്ന വിൻഡാണ് ട്രേഡ് വിൻഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡയറക്ഷനൊക്കെ അറിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഡയറക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ഞാനിവിടെ ഈ സൈഡിൽ വരയ്ക്കുന്നുണ്ട്. ഡയറക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മളിങ്ങനെ നോർത്ത് കാണിക്കും, ഇവിടെ സൗത്താണ്, ഇവിടെ ഈസ്റ്റാണ്, ഇവിടെ വെസ്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് പിന്നെയും ഡയറക്ഷനെ ഒന്നും കൂടെ ആക്യുറേറ്റ് ആക്കാം. ഇത് നോർത്ത് ഈസ്റ്റ് എന്ന് നമ്മൾ വിളിക്കും, ഇത് സൗത്ത് ഈസ്റ്റ് എന്ന് നമ്മൾ വിളിക്കും, ഇതിനെ നമ്മൾ സൗത്ത് വെസ്റ്റ് എന്ന് പറയും, ഇതിനെ നമ്മൾ നോർത്ത് വെസ്റ്റ് എന്ന് പറയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ നോക്കി നോക്കൂ. നോർത്ത് വേണമെങ്കിൽ വേറൊരു മഷിയിൽ അടയാളപ്പെടുത്താം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് അല്ലേ, ന്യൂസ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട്, നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെ ഇടയിലായിട്ട് നോർത്ത് ഈസ്റ്റ്. ഓക്കെ, അത് വേണമെങ്കിൽ വേറെ മഷിയിൽ എഴുതാം. നോർത്ത് ഈസ്റ്റ്. സൗത്തിനും ഈസ്റ്റിനും ഇടയിലായിട്ട് സൗത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിലായിട്ട് സൗത്ത് വെസ്റ്റ്, അതുപോലെ തന്നെ നോർത്തിനും വെസ്റ്റിനും ഇടയിലായിട്ട് നോർത്ത് വെസ്റ്റ്. അപ്പോൾ ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം നമ്മളിവിടെ 2 ട്രേഡ് വിൻഡുകൾ പറഞ്ഞു. ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡിൻ്റെ പേര് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ്. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. സദേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡ് അറിയപ്പെടുന്ന പേര് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ്. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ്. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. എന്തുകൊണ്ടായിരിക്കും അത്? നിങ്ങളൊന്ന് നോക്കൂ. ഈ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒന്ന് ഞാൻ വരയ്ക്കുന്നത് നോക്കി നോക്കൂ. ഞാൻ റെഡ് മഷിയിൽ വരച്ചു തരാം. ഇവിടെ നമ്മൾ ഇങ്ങനെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഈ ഡയറക്ഷൻ വരുന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ബ്ലാക്കിൽ അടയാളപ്പെടുത്തിയല്ലേ, ഈ ബ്ലാക്കിൽ അടയാളപ്പെടുത്തിയത് ഏതാണ്? നമ്മളിവിടെ നോർത്ത് ഈസ്റ്റ് അല്ലേ. ഞാൻ ഈ ഡയറക്ഷൻ വരച്ച ഭാഗത്ത് നോക്കും, നോർത്ത് ഈസ്റ്റ് അല്ലേ. അപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ്, ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്. ഇനി ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് നോക്കി നോക്കൂ. അത് എന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ, നമ്മളിങ്ങനെ മുറിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇത് സൗത്താണ്, ഇത് ഈസ്റ്റാണ്, ഇതിന് രണ്ടിൻ്റെ നടുവിലുള്ളത് സൗത്ത് ഈസ്റ്റാണ് അല്ലേ. ഇവിടെ നോക്കി നോക്കൂ, സൗത്ത് ഈസ്റ്റ് കണ്ടിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സിൽ നോർത്തിൽ നിന്നുള്ളത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും സൗത്തിൽ നിന്നുള്ളത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും വിളിക്കുന്നത്.
ഇനി ഇത് രണ്ടും എവിടേക്കാണ് വരുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്സിലോട്ടേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്സിൽ ഈ രണ്ട് ട്രേഡ് വിൻഡുകൾ, ഇവിടുന്ന് വരുന്ന ട്രേഡ് വിൻഡും ഇവിടുന്ന് വരുന്ന ട്രേഡ് വിൻഡ്സും എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടെ മിങ്കിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർജ് ചെയ്യുന്നുണ്ട്, കൂടിച്ചേരുന്നുണ്ട്. അങ്ങനെ ഈ കൂടിച്ചേരുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ഇത് ശരിക്കും നോക്കൂ, ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന ട്രേഡ് വിൻഡാണ്, ഇത് സതേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന ട്രേഡ് വിൻഡ്. അപ്പോൾ ശരിക്കും ഈ രണ്ട് ട്രേഡ് വിൻഡിലൂടെ എന്താ സംഭവിക്കുന്നത്? ഇക്വറ്റോറിയൽ റീജിയനിൽ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? രണ്ട് ഹെമിസ്ഫിയറുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുക എന്നാണെങ്കിൽ നമുക്ക് പറയാം. രണ്ട് ഹെമിസ്ഫിയറുകളിൽ നിന്നുള്ള രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്നുള്ള രണ്ട് കാറ്റുകൾ തമ്മിൽ മെർജ് ചെയ്യുന്നു, കൺവേർജ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ITZZ എന്ന പേരിൽ കൂടി നമുക്ക് വിളിക്കാം. ITZZ, ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ, അത് നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൊടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ ITZZ അഥവാ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന പേരിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ആരെ വിശേഷിപ്പിക്കാം? ഇക്വറ്റോറിയൽ റീജിയനെ വിശേഷിപ്പിക്കാം. കാര്യം ഇക്വറ്റോറിയൽ റീജിയനിൽ വെച്ചിട്ടാണ് ഈ രണ്ട് ട്രേഡ് വിൻഡ്സ് തമ്മിൽ കൂടിച്ചേരുന്നത്, കൺവേർജ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ രണ്ട് ട്രോപ്പിക്കൽ ഏരിയകളും കൂടിച്ചേരുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ നമുക്കതിനെ എടുക്കാമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു പ്ലാനറ്ററി വിൻഡ്, അല്ലെങ്കിൽ അടുത്ത ഒരു പ്രിവൈലിംഗ് വിൻഡ്, അല്ലെങ്കിൽ അടുത്തൊരു പെർമനൻറ്റ് വിൻഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് വെസ്റ്റർലൈസ് ആണ്. വെസ്റ്റർലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെസ്റ്റർലൈസ് ഞാൻ അടയാളപ്പെടുത്തി തരാം. നമ്മൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിലേക്ക് വീശിയ വിൻഡുകളായിരുന്നു ട്രേഡ് വിൻഡ്സ്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും. ഇനി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സിൽ നിന്ന് തന്നെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സിലോട്ടേക്ക് വീശുകയാണെങ്കിലോ? നോക്കൂ, ഞാൻ അടയാളപ്പെടുത്തി തരാം. ഇതാ കണ്ടോ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സിലോട്ടേക്ക് വിൻഡ് ബ്ലോ ചെയ്യുകയാണ്. ഇതാ ഇവിടെയുണ്ട്, അതുപോലെ ഇവിടെയും കാണാം നമുക്ക്. ഇതാണ് ഏതെന്ന് പറയുന്നത്? വെസ്റ്റർലൈസ് എന്ന് പറയുന്ന വിൻഡുകൾ. വെസ്റ്റർലൈസ് എന്ന് പറയുന്ന വിൻഡുകൾ ഇതാണ്. കണ്ടോ, ഇവിടെയും കാണാം വെസ്റ്റർലൈസ്, ഇവിടെയും കാണാം വെസ്റ്റർലൈസ്. അപ്പം ഇത് എവിടുന്ന് എവിടേക്ക് വീശുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സിലേക്ക് 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രീസിലോട്ടേക്ക് വീശുന്നു. ഇതിനെയാണ് നമ്മൾ വെസ്റ്റർലൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതും രണ്ടെണ്ണം ഉണ്ട് അല്ലേ? നമ്മൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സിൽ നിന്ന് ഇപ്പോൾ രണ്ട് വിൻഡുകളായി, ട്രേഡ് വിൻഡ്സായി, വെസ്റ്റർലൈസായി അല്ലേ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സിൽ നിന്ന് ഇക്വറ്ററിലേക്ക് വീശിയത് ട്രേഡ് വിൻഡ്സ്, അത് രണ്ടെണ്ണം, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സിൽ നിന്ന് തന്നെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സിലോട്ടേക്ക് വീശുകയാണെങ്കിൽ അതും രണ്ടെണ്ണം, അത് വെസ്റ്റർലൈസ് ആണ്. വെസ്റ്റർലൈസ് എന്ന് പറയുന്ന വിൻഡുകളാണ്. എന്തുകൊണ്ടാണ് വെസ്റ്റർലൈസ് എന്നുള്ള പേര് വരാൻ കാരണം? ഇത് ഏതാണ്ട് ഒരു വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് നമ്മൾ നോക്കുമ്പോൾ ഇത് വരുന്നത്, പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിന് വെസ്റ്റർലൈസ് എന്ന പേരിട്ട് വിളിക്കാനുള്ള കാരണം. ഇനി വെസ്റ്റർലൈസ് നമ്മളിപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലും ഒരു വെസ്റ്റർലൈസ് ഉണ്ട്, സദേൺ ഹെമിസ്ഫിയറിലും ഒരു വെസ്റ്റർലൈസ് ഉണ്ട്. ഈ സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റർലൈസിന് നോർത്തേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റർലൈസിനേക്കാളും സ്പീഡ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. സ്പീഡ് കൂടുതൽ 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലോട്ടേക്കാണല്ലോ വീശുന്നത്. അത് 40 ഡിഗ്രി വഴി 50 ഡിഗ്രി വഴി 60 ഡിഗ്രിയിലോട്ടേക്കാണ് ഇത് വീശുന്നത്. അപ്പോൾ ഇത് വീശുമ്പോൾ ഈ നമ്മുടെ ഈ സദേൺ ഹെമിസ്ഫിയറിലുള്ള പണ്ട് ഈ കപ്പലുകളിലൊക്കെ യാത്ര ചെയ്തിരുന്ന ഈ വോയേജേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന കപ്പൽ മാർഗം ട്രേഡൊക്കെ നടത്തിയിരുന്ന ആളുകൾ, അവർ ഈ വെസ്റ്റർലൈസിനെ, സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റർലൈസ് വളരെ സ്പീഡിൽ വീശുന്ന വിൻഡാണ്. അതുകൊണ്ട് ഇവർ ഇതിനെ വേറെ വേറെ പേരുകളിലൊക്കെ വിളിച്ചിരുന്നു. അതായത് 40 ഡിഗ്രിയിൽ അവർ വിളിച്ചിരുന്ന പേര് റോറിങ് ഫോർട്ടീസ് എന്നാണ് ഈ കാറ്റിനെ വിളിച്ചിരുന്നത്, റോറിങ് ഫോർട്ടീസ്. ഇനി 50 ഡിഗ്രിയിലെത്തിയപ്പോൾ അവർ വിളിച്ചിരുന്ന പേര് അതിനെ ഫ്യൂരിയസ് 50s എന്നാണ്, ഫ്യൂരിയസ് 50s എന്ന പേരിൽ വിളിച്ചിരുന്നു. ഇനി 60 ഡിഗ്രിയിലെത്തുമ്പോൾ ഈ കാറ്റിനെ വിളിച്ചിരുന്ന പേര് ഷ്രീക്കിംഗ് 60s എന്ന പേരിൽ വിളിച്ചിരുന്നു, ഷ്രീക്കിംഗ് 60s. ഇതൊക്കെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഓരോ റോറിങ്, ഭയങ്കര ഗർജിച്ച് വരുന്നത്, ഫ്യൂരിയസ്, നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമ കണ്ടിട്ടില്ല, അത് ഷ്രീക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഭയങ്കര സ്പീഡിനെ കാണിക്കുന്നതാണ്, അപ്പോൾ വളരെ ശക്തിയുള്ളതിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റർലൈസിനെ വളരെ അധികം വളരെ സ്പീഡിൽ വീശിയിരുന്നത് കൊണ്ട് ഓരോ ലാറ്റിറ്റ്യൂഡിലും 30ൽ നിന്ന് 60ലേക്കല്ല, അപ്പോൾ 40-ലെത്തുമ്പോഴും 50-ലെത്തുമ്പോഴും 60-ലെത്തുമ്പോഴൊക്കെ ഓരോരോ പേരുകളിൽ പഴയ ആളുകൾ വിളിച്ചിരുന്നു. അത് ഞാനൊരു എക്സ്ട്രാ കാര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. എനിവേ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന
വെസ്റ്റർലൈസിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റർലൈസിനേക്കാളും സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റർലൈസിന് സ്പീഡ് കൂടുതലാണ് എന്ന് പറയാനുള്ള കാരണം രണ്ടും ഒരേ സ്ഥലത്തു നിന്ന് രണ്ടും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽസിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷറിലേക്ക് വീശിയല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൻ്റെ സദേൺ ഹെമിസ്ഫിയറിൽ ഇവിടത്തേൽ സ്പീഡ് കൂടുതലാവാനുള്ള കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിൽ അധികം കോണ്ടിനെൻ്റൽ ഏരിയകളാണ്, അതായത് കരഭാഗങ്ങളാണ്. സദേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഭാഗവും ഓഷ്യനാണ്, ഓഷ്യൻ സർഫേസാണ്. നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്പീഡിനെ ബ്ലോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ കാറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത്, സ്പീഡിനെ ബ്ലോക്ക് ചെയ്യുന്ന ഫാക്ടറാണ് ഏത്, നമ്മുടെ ഈ പറയുന്ന ഫ്രിക്ഷൻ. ഓഷ്യൻസ് ആണ് സദേൺ ഹെമിസ്ഫിയറിൽ വളരെ കൂടുതൽ. അതുകൊണ്ട് തന്നെ സദേൺ ഹെമിസ്ഫിയറിലൂടെ വളരെ സ്പീഡിൽ ആർക്ക് വീശാൻ വേണ്ടി സാധിക്കുന്നു, ഈ വിൻഡുകൾക്ക് വീശാൻ വേണ്ടി സാധിക്കുന്നു. കാര്യം ഇടയിൽ തടസ്സങ്ങൾ ആയിട്ടോ ഒബ്സ്ട്രക്ഷൻസ് ആയിട്ടോ യാതൊന്നും തന്നെ ഇല്ല. ഓക്കെ. എന്നാൽ നോർത്തേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റർലൈസ് ആണെങ്കിലോ അത് വീശുന്നതിനിടയിൽ കുറേ ഫ്രിക്ഷൻ, കുറേ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് സ്പീഡ് കൂടുതലാവാനുള്ള, സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റർലൈസ് സ്പീഡ് കൂടുതലാവാനുള്ള കാരണം. ഇനി നെക്സ്റ്റ് അവസാനം നമുക്ക് പറയാനുള്ളത് പോളാർ വിൻസ്, അല്ലെങ്കിൽ നമ്മൾ പോളാർ ഈസ്റ്റർലൈസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. പോളാർ വിൻസ് അല്ലെങ്കിൽ പോളാർ ഈസ്റ്റർലൈസ് എന്നൊക്കെ വിളിക്കും. ഇത് എവിടുന്ന് എവിടേക്ക് വീശുന്നു നോക്കി നോക്കൂ. പോളാർ ഈസ്റ്റർലൈസ് അല്ലെങ്കിൽ പോളാർ ഈ പറയുന്ന പോളാർ വിൻസ് എന്ന് പറയുന്നത് വീശുന്നത് നമ്മുടെ പോളാർ ഹൈ പ്രഷർ ബെൽസുകളിൽ നിന്ന് 90 ഡിഗ്രി നോർത്തിലും 90 ഡിഗ്രി സൗത്തിലും നിങ്ങൾക്ക് പോളാർ ഹൈ പ്രഷർ ബെൽസുകൾ കാണാം അല്ലേ. ഈ പോളാർ ഹൈ പ്രഷർ ബെൽസുകളിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽസിലോട്ടേക്ക് വീശുന്ന വിൻഡാണ് ഏതെന്ന് പറയുന്നത് പോളാർ വിൻസ് അല്ലെങ്കിൽ പോളാർ ഈസ്റ്റർലൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത് ഇവിടുന്ന് ഇങ്ങനെ വീശുന്നു. ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം, കണ്ടോ. ഇത് ഏതാണ്ട് ഒരു ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വീശുന്നതാണ് ഈസ്റ്റർലൈസ്, പോളാർ ഈസ്റ്റർലൈസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈസ്റ്റർലൈസ് എന്ന് വിളിച്ചില്ലെങ്കിൽ പോളാർ വിൻസ് എന്ന് വിളിക്കാം. പോളാർ റീജിയൻസ് എന്ന് വീശുന്നതാണ്, അതായത് നല്ല തണുത്ത് ഉള്ള സ്ഥലത്തു നിന്ന് വീശുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള നല്ല കോൾഡ് വിൻസുകളായിരിക്കും ഏത് പോളാർ വിൻസ് എന്ന് പറയുന്നത്. അപ്പം ഗ്ലോബൽ പ്രഷർ ബെൽസുകളെ വെച്ചുകൊണ്ട് ഞാനിവിടെ ഈ പറയുന്ന വിൻഡുകളെയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അവിടെ പോയിട്ട് വായിച്ച് നോക്കാം. നമ്മുടെ ഞാൻ ഏതായാലും ആ ഭാഗത്ത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് എടുത്തപ്പം പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇനി ബാക്കി ഭാഗങ്ങളൊന്ന് ഇതേപോലെ കാണിച്ചു നോക്കാം. ഞാൻ നേരത്തെ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ തന്നെയാണ് അല്ലേ. നോക്കി നോക്കൂ, ഇതാ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് കാണാം, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് കാണാം. കണ്ട 30 ഡിഗ്രികളിൽ നിന്നാണ് അല്ലേ. ഇവിടെയും ഉണ്ട്. ഇവിടെ നിന്ന് എവിടേക്കാണ്, ഇക്വറ്ററിലേക്കാണ് വീശുന്നത്. കണ്ടില്ലേ, ഇവിടെ ഡോൾഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ഇക്വറ്ററിനെ വിളിച്ച മറ്റൊരു പേരാണ് അല്ലേ. ഇനി അത് നമ്മൾ മുന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോൾഡ്രം എന്ന് പറയുന്നത് ദ സോൺ വിത്ത് നോ വിൻസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വിൻലെസ് സോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇക്വറ്റോറിയൽ വിൻഡൊന്നുമില്ല, ഇക്വറ്റോറിയലോട്ടേക്കാണ് ഈ പറയുന്ന ഈ രണ്ട് വിൻഡുകളും എത്തുന്നത്. ഇനി അതുപോലെ തന്നെ വെസ്റ്റർലൈസ് കണ്ടില്ലേ, ഇതാ വെസ്റ്റർലൈസ് ഇതാ ഇവിടെ കാണാം, ഇവിടെയും കാണാം. എവിടെ നിന്നാണ്, 30 ഡിഗ്രികളിൽ നിന്ന് 60 ഡിഗ്രിയിലോട്ടേക്കാണ് വീശുന്നത്. കണ്ടില്ലേ. ഇനി അതുപോലെ തന്നെ പോളാർ വിൻസ് കാണാം. പോളാർ വിൻസ് എന്ന് പറയുമ്പം 90 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി സൗത്ത്. ഇവിടെ ഇതിൽ നിന്ന് പോളാർ വിൻസ് ഇവിടെയും കാണാം, പോളാർ വിൻസ് ഇവിടെയും കാണാം. കണ്ടില്ലേ, പോളാർ വിൻസ് എവിടുന്ന് എവിടേക്കാണ് വീശുന്നത്, 90 ഡിഗ്രിയിൽ നിന്ന് എങ്ങോട്ടേക്കാണ്, 90 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലോട്ടേക്ക്, 90 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലോട്ടേക്ക് വീശും. അപ്പോൾ 60 ഡിഗ്രിയിലോട്ടേക്ക്, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സബ് പോളാർ ലോ പ്രഷർ ബെൽസിലോട്ടേക്ക് രണ്ട് വിൻഡുകൾ എത്തുന്നുണ്ട്. ഒന്ന് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽസിൽ നിന്നെത്തുന്ന വെസ്റ്റർലൈസും, മറ്റൊന്ന് പോളാർ റീജിയൻസിൽ നിന്നെത്തുന്ന പോളാർ വിൻസ് അല്ലെങ്കിൽ പോളാർ ഈസ്റ്റർലൈസും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. പെർമനൻറ്റ് വിൻസ് ഏതൊക്കെയാണ്, ട്രേഡ് വിൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ആരൊക്കെയാണ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക, വെസ്റ്റർലൈസ്, പിന്നെയോ പോളാർ വിൻസ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് പോളാർ ഈസ്റ്റർലൈസ്. വെസ്റ്റർലൈസ് എവിടേക്കാണ്, ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽസിൽ നിന്ന് എവിടേക്കാണ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേട്ടേക്ക്. മനസ്സിലായോ. ഇനി പോളാർ വിൻസ് അല്ലെങ്കിൽ പോളാർ ഈസ്റ്റർലൈസ് എവിടെ നിന്നാണ്, ഫ്രം
പോളാർ അല്ലേ, പോളാർ ഹൈ പ്രഷർ ബെൽസിൽ നിന്ന് എവിടേക്ക്, ഞാൻ HPP എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ബെൽസിനെ ഷോർട്ടാക്കി എഴുതാം കേട്ടോ. എവിടേക്കാണ് ബ്ലോ ചെയ്യുന്നത്? അത് നമ്മുടെ സബ് പോളാർ ലോ പ്രഷർ ബെൽസിലോട്ടേക്ക്, ഇതെല്ലാം രണ്ടെണ്ണം ഉണ്ട് എന്നുള്ള ഈ ട്രേഡ് വിൻസ്. ഒന്ന് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും ഒന്ന് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും. വെസ്റ്റർലൈസ് രണ്ടെണ്ണം ഉണ്ട്. വെസ്റ്റർലൈസിലെ വെസ്റ്റർലൈസാണ് സ്പീഡ് കൂടുതൽ. പോളാർ വിൻസ്, അതായത് പോളാർ ഈസ്റ്റർലൈസ് എന്ന പേരിൽ കൂടി വിളിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. ട്രേഡ് വിൻസ് ആർ നോർത്ത് ഈസ്റ്റർലൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ആർ സൗത്ത് ഈസ്റ്റർലൈസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. വൈ? ട്രേഡ് വിൻസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റർലൈസ് എന്ന പേരിലും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റർലൈസ് എന്ന പേരിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലും. ട്രേഡ് വിൻസ് ആർ നോർത്ത് ഈസ്റ്റർലൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ സൗത്ത് ഈസ്റ്റർലൈസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അതൊന്നുമല്ല, നമ്മൾ പറഞ്ഞത് ഒന്ന് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വീശുന്നു, മറ്റൊന്ന് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വീശുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ നോർത്ത് ഈസ്റ്റർലൈസും സദേൺ ഈസ്റ്റർലൈസ് എന്നും അങ്ങനെ പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ അതിനകത്ത്. പിന്നെ വെസ്റ്റർലൈസ് ആർ കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ദാൻ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. വൈ? ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റർലൈസിനാണ് സ്പീഡ് കൂടുതൽ, കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ. കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, സദേൺ ഹെമിസ്ഫിയറിൽ ഓഷ്യൻസ് ആണ്, ഓഷ്യൻ കൂടെയാണ് ഇത് അധികം വീശുന്നത്. അതുകൊണ്ട് തന്നെ ഓഷ്യൻ സർഫേസിൽ ഫ്രിക്ഷൻ കുറവാണ്, അതുകൊണ്ട് സ്പീഡ് കൂടി. പിന്നെ ഇവിടെ കണ്ടില്ല ITCZ എന്ന് പറഞ്ഞ കാര്യം, നേരത്തെ പറഞ്ഞ കാര്യം, ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയൻ വേർ ദ ട്രേഡ് വിൻസ് ഫ്രം ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ സദേൺ ഹെമിസ്ഫിയർ കൺവേർജ് ഈസ് നോൺ ആസ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. മനസ്സിലായില്ലേ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഈ പറയുന്ന രണ്ട് ട്രേഡ് വിൻഡുകൾ കൂടി എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നുള്ള ട്രേഡ് വിൻഡും സദേൺ ഹെമിസ്ഫിയറിൽ നിന്നുള്ള ട്രേഡ് വിൻഡും കൂടെ കൺവേർജ് ചെയ്യുന്ന സ്ഥലം അതേതാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയൻ ആണ്. അവിടെ വെച്ചിട്ടാണ് ഇത് രണ്ട്, അവിടുന്ന് വരുന്നത് ഇവിടുന്ന് വരുന്നതും കൂടെ കൺവേർജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് വരുന്ന ട്രേഡ് വിൻഡ് ഇവിടുന്ന് വരുന്ന ട്രേഡ് വിൻഡും കൂടെ ഇക്വറ്റോറിയൽ റീജിയനിൽ വെച്ചിട്ട് കൺവേർജ് ചെയ്യുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തെ ITCZ എന്ന് വിളിച്ചു. ITCZ ഷിഫ്റ്റ്സ് വിത്ത് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. അത് മാറുന്നുണ്ട് എന്നാണ്. അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് അനുസരിച്ച് അത് ആ ITCZ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇക്വറ്റോറിയൽ റീജിയൻ ചിലപ്പം 5 ഡിഗ്രി മേലോട്ടേക്ക് അല്ലെങ്കിൽ 10 ഡിഗ്രി വരെ മേലോട്ടേക്ക് നോർത്തിലോട്ടേക്കും അതുപോലെ തന്നെ സൗത്തിലോട്ടേക്കും നീങ്ങാമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ITCZ മാറ്റം വരാറുണ്ട്. അതൊരു എക്സ്ട്രാ റീഡിംഗ് ആണ്, ഞാൻ നിങ്ങളുടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് പീരിയോഡിക് വിൻസും അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാനുണ്ടായിരിക്കുക ലോക്കൽ വിൻസ്, വേരിയബിൾ വിൻസ്, ഇതൊക്കെയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളുമായിട്ടൊക്കെ വരാം. ഓക്കെ.